ഇന്നൊരു പേട്ടപ്പടത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിൽ അഭിനയിച്ചേക്കുന്നത് നമ്മുടെ സണ്ണി അണ്ണൻ. മൂപ്പര് ഈ സിനിമയിലെ ഒരു ലോറി ഡ്രൈവറാണ് ഗൈസ്. ഈ പട്ടാളക്കാർക്ക് ഈ ആയുധത്തിങ്ങനെ ഒരു ലോറി ഡ്രൈവർ. മൂപ്പർക്ക് ഒരു ഭാര്യയും മോനുണ്ട്. അവരായിട്ട് ഇങ്ങനെ വൈബ് ചെയ്ത് പോവാണ് നമ്മുടെ സണ്ണി അണ്ണൻ. ഒരു ദിവസം പാകിസ്ഥാൻകാർ ഇന്ത്യൻ ആർമീനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇന്ത്യൻ ആർമിയിലുള്ള ഓഫീസേഴ്സ് സണ്ണി എണ്ണ വാ സണ്ണി എണ്ണ, അല്ലെങ്കിൽ ഞങ്ങളുടെ പാകിസ്ഥാൻകാരും കൊല്ലും സണ്ണി എണ്ണ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ സണ്ണി എണ്ണൻ ലോറിയിൽ വരും. സണ്ണി എണ്ണൻ എന്നിട്ട് പാകിസ്ഥാൻകാരെ ഇടിച്ച് തോൽപ്പിക്കും, ഇടിച്ച് കൂട്ടും. നിങ്ങൾ ചോദിക്കും പാകിസ്ഥാൻകാരപ്പം എന്താ ഇയാളെ വെടിവെച്ച് കൊല്ലാത്തേന്ന്. ഇതൊരു പേട്ടപ്പടാണ്, അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവുണ്ടാ. ആൾക്കാരെ തല്ലി ബോറടിച്ചിട്ട് നമ്മുടെ സണ്ണി അണ്ണൻ ലോറി കയറ്റി കൊല്ലും കുറെ പാകിസ്ഥാൻകാരെ. അത് കഴിഞ്ഞിട്ട് കാലത്ത് നമ്മുടെ സണ്ണി അണ്ണന്റെ ഭാര്യ സ്പോട്ടിൽ വന്ന് നോക്കുമ്പോൾ നമ്മുടെ സണ്ണി അണ്ണനെ പാകിസ്ഥാൻകാർ എടുത്തോണ്ട് പോയി എന്ന് അവിടുത്തെ ഓഫീസർ പറയും. ഇത് കേട്ടപ്പോൾ നമ്മുടെ സണ്ണി അണ്ണന്റെ ഭാര്യ ആകെ സാഡായി ഗൈസ്. എനിക്ക് എന്റെ സണ്ണി അണ്ണനെ കാണണം. സണ്ണി അണ്ണന്റെ മോൻ എന്നിട്ട് ടെൻഷനായിട്ട് തലയിൽ ഒരു തൊപ്പിയും വെച്ചിട്ട് അടുത്ത ബസ്സിന് പാകിസ്ഥാനിക്ക് പോകും. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിയുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യക്കുള്ള ബസ്സിൽ നമ്മുടെ സണ്ണി അണ്ണൻ നാട്ടിലേക്ക് വരും. സണ്ണി അണ്ണന്റെ മോൻ അവിടെ പാകിസ്ഥാനിൽ ഒരു പെണ്ണിനെ കണ്ട് ക്രഷായിട്ട് അവരിങ്ങനെ വൈബ് ചെയ്യാണ് ഗൈസ്. എടാ നീ സണ്ണി അണ്ണനെ അന്വേഷിക്കാൻ തന്നെയാണോ പോയേ? അതിനോട് പ്രസക്തിയില്ല. സണ്ണി അണ്ണന്റെ ഭാര്യ പറയും സണ്ണി അണ്ണന്റെ മോൻ പാകിസ്ഥാനിക്ക് പോയിന്ന്. ഇത് കേട്ട് ടെൻഷനായിട്ട് നമ്മുടെ സണ്ണി അണ്ണൻ അടുത്ത ബസ്സിൽ പാകിസ്ഥാനിക്ക് പോകും. പിന്നെ സണ്ണി അണ്ണന്റെ മോനുണ്ടല്ലോ, അവിടുത്തെ മിലിറ്ററിക്കാർക്ക് മനസ്സിലാവും ഇവന് ഇന്ത്യനാന്ന്. എന്നിട്ട് അവൻ ഇടിച്ചു കൂട്ടും, എന്നിട്ട് തൂക്കും. സണ്ണി അണ്ണൻ എന്നിട്ട് അങ്ങോട്ട് വരും. എന്നിട്ട് സണ്ണി അണ്ണന്റെ സൂപ്പർ പവർ എടുക്കും, ഓളിടും. എടാ ഓളിയിടുമ്പോ ഇങ്ങനെ ആൾക്കാർ പറന്നു പോവാ. എടാ നീ ആളുടെ പഴയ പടം കാണാത്തോണ്ടാ, ഇത് കണ്ടോക്ക്. അവന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. സണ്ണി അണ്ണൻ എന്നിട്ട് അവനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോവും. പിന്നെ ഒരു ദിവസം പാകിസ്ഥാനിലുള്ള പോലീസുകാർ സണ്ണി അണ്ണനെ എവിടെ ഉള്ളേന്ന് കണ്ടുപിടിക്കും. സണ്ണി അണ്ണന് ദേഷ്യം കയറിട്ട് ചിറ്റിക്ക് എടുത്തിട്ട് ഒറ്റടി ജീപ്പ് 2 കഷ്ണവും ഗൈസ്. പിന്നെ നമ്മുടെ സണ്ണി അണ്ണനെ ആ പഞ്ചായത്തിലുള്ളവരെല്ലാവരും കൂടി ഇടിക്കാനായിട്ട് പോവും. അപ്പം തന്നെ നമ്മുടെ സണ്ണി അണ്ണന്റെ സൂപ്പർ പവർ യൂസ് ചെയ്യും. അവിടെ വെച്ചിട്ട് നമ്മുടെ സണ്ണി അണ്ണന്റെ മോനെ മിസ്സാവും. സണ്ണി അണ്ണൻ ആ പഞ്ചായത്ത് മൊത്തം അന്വേഷിക്കും, പക്ഷെ മോനെ കിട്ടില്ല. എന്നിട്ട് സണ്ണി അണ്ണൻ മോന് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടും. അയല പൊരിച്ചതുണ്ട്. ഇതാരാ അപശ്രുതി പാടുന്നത്? കരിമീൻ വാർത്തതുണ്ടേ. കുടംപുളി ഇട്ടു വച്ച നല്ല ചെമ്മീൻ കറിയുണ്ടേ. ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുനനെ. വെണ്ടയ്ക്ക സാമ്പാറില് കൈപ്പയ്ക്ക ഉണ്ണാൻ വാ മച്ചുനനെ. ഉപ്പിലിട്ട മാങ്ങയുണ്ടോ, ഉണ്ണാൻ വന്നു മച്ചുനനെ. പിന്നെ സണ്ണി അണ്ണനെ വീണ്ടും മിലിറ്ററിക്കാർ വീണ്ടും പിടിക്കും. സണ്ണി അണ്ണന്റെ സൂപ്പർ പവർ വീണ്ടും യൂസ് ചെയ്യും. ഇവനെന്താ പട്ടിയുടെ കിഡ്നിയാണോ വെച്ചിരിക്കുന്നത്? ഈ യൂണിവേഴ്സിറ്റി പാകിസ്ഥാന്റെ മിലിറ്ററിക്കാര് ഗണ്ണ് യൂസ് ചെയ്യില്ല ഗൈസ്. ഇതിങ്ങനെ തൂക്കിയിട്ടുണ്ട് നടന്നാ മതി, ഒരു പിടിയൊക്കെ വെക്കണ്ടേ. പിന്നെ സണ്ണി അണ്ണൻ അവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റ് ഊരിയിട്ട് എല്ലാത്തിനും ഇടിച്ച് കൂട്ടും. പിന്നെ പോസ്റ്റ് ഊരിയ പാകിസ്ഥാനിലെ മിലിറ്ററിയിലുള്ള എല്ലാവരും ഇടിച്ചു കൂട്ടും. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത്? പുല്ലുവില
അങ്ങനെ മൂപ്പര് ഇന്ത്യക്ക് വരും. അങ്ങനെ പടം കഴിഞ്ഞ്.